വിശുദ്ധ ഖുർആൻ്റെ മഹത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനാണ് ഇനി ഈ വചനങ്ങളെ അള്ളാഹു അതിനെ തുടർത്തുന്നത്. ഈ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രത്യേകത പറയാണ്, തൻസീലൻ മിമ്മൻ ഖലഖൽ അർദി വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറ. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് തൻസീലൻ, അള്ളാഹു പറയുന്നത് അൻസൽനാഹു തൻസീലൻ, നാം അതിനെ പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള ഗ്രന്ഥമാണ്. തൻസീലൻ, ഈ വിശുദ്ധ ഖുർആൻ അവതീർണമാണ്. ആരിൽ നിന്ന്? മിമ്മൻ, യാതൊരുവനിൽ നിന്ന്. വിശുദ്ധ ഖുർആൻ തൻസീലൻ, അത് അവതീർണമാണ്. മിമ്മൻ, യാതൊരുവനിൽ നിന്ന്. ആ യാതൊരുവൻ ഖലഖൽ അർദ, ഖലഖൽ അർദ, ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു. വസ്സമാവാത്ത്, വാനങ്ങളെയും. എങ്ങനെയുള്ള വാനങ്ങൾ? അൽ ഉല, അൽ ഉല എന്ന് പറഞ്ഞാൽ അൽ ഉലിയ എന്നതിൻ്റെ ബഹുവചനാണ്. അൽ ഉലിയ. അൽ ആല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായത്, അതിൻ്റെ സ്ത്രീലിംഗാണ് അൽ ഉലിയ. അതിൻ്റെ ബഹുവചനാണ് അൽ ഉല, ഉന്നതങ്ങളായ, ഉന്നതങ്ങളായ, അത്യുന്നതങ്ങളായ, അത്യുന്നതങ്ങളായ. കുബ്ര എന്നതിന് കുബർ എന്ന് പറയും. ഇന്നഹല ഇഹ്ദൽ കുബർ, കുബ്ര എന്നതിൻ്റെ ബഹുവചനാണ് കുബർ. അതേപോലെ സുഗറ എന്നതിന് സുഗർ എന്ന് പറയും. ഉലിയ എന്നതിൻ്റെ ബഹുവചന അൽ ഉല, ഉന്നതങ്ങൾ. അപ്പോൾ ഉന്നതങ്ങളായ വാനങ്ങൾ, അവയുടെയും അൽ അർദ, ഭൂമി, അതിൻ്റെയും സൃഷ്ടാവ്, അവനിൽ നിന്ന് തൻസീലൻ, അവതീർണമാണ് വിശുദ്ധ ഖുർആൻ. ഈ തദ്കിറത്തൻ ലിമൻ യഖ്ശ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദി വസ്സമാവാതിൽ ഉല അർറഹ്മാനി അലൽ അർശി ഇസ്തവ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്വമാണല്ലോ പറയുന്നത്. അങ്ങനെ മഹത്വമുടയവനായ അള്ളാഹുവിൽ നിന്നുള്ള തൻസീലാണ് ആര്? ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് അതിൻ്റെ ഈ ഒരു അനുബന്ധത്തിൻ്റെ പ്രത്യേകത.